നമസ്കാരം. ഇതൊരു മാഷിൻ്റെ ഭാര്യ, ടീച്ചർ, അവരുടെ അവിഹിതം. മാഷ് കുറച്ചപ്പുറത്തുള്ളൊരു ജില്ലയിലാണ്. ആൾ കുറച്ച് ബുദ്ധിജീവി, ഈ പൊട്ട കവിതകൾ എഴുതും, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതേപോലത്തെ പരിപാടി. പിന്നെ ഭാര്യനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യണതാണ് ഇയാൾക്ക് ഹോബി. ഇയാളുടെ കാഴ്ചപ്പാടിൽ സെക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രം, എൻജോയ്മെൻ്റ് അല്ല. ഇങ്ങനെ ചില അതായത് ബെഡ്റൂമിൽ ഇയാൾ ഫെയിലാണ്. അപ്പോൾ അയാൾ അങ്ങനത്തെ കുറേ ആദർശമൊക്കെ പറഞ്ഞ് ഭാര്യനെ ശരിക്ക് ചെയ്തു കൊടുക്കില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവളാണെങ്കിൽ നല്ല കൊതിയുള്ള പെണ്ണു. ഇയാളുടെ ജോലി കണ്ടിട്ട് അങ്ങനെ കെട്ടിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാഷിൻ്റെ ചേട്ടൻ്റെ മോനെ പഠനാവശ്യത്തിന് എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടി അവിടെ വന്ന് ഇവരെ വീട്ടിൽ നിന്നിട്ടാണ് ക്ലാസ്സിന് പോകുന്നത്. അപ്പോൾ ഇവനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൈൻഡിൽ ഇങ്ങനെ കണക്ക് കൂട്ടി ഇവനൊന്ന് സെറ്റാക്കി എടുത്താൽ മാഷിൻ്റെ പോരായ്കയൊക്കെ അവിടെ നികർത്തി കിട്ടുമല്ല. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇവനെ വാച്ച് ചെയ്യുമ്പോൾ ഇവനെ ഷഡ്ഡിയൊക്കെ എടുത്ത് മണത്ത് നോക്കുക, വാഷ് ചെയ്യാനിട്ടേക്കണം, ബ്രേസിയർ എടുത്ത് മണത്ത് നോക്കുക. ഭയങ്കര ഒരു ആവേശമുള്ള ചക്കരാന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ ട്യൂൺ ചെയ്തെടുക്കണം. ഒരു ദിവസം ഡയറക്റ്റായിട്ട് ചോദിക്കാം, നിനക്ക് സെക്സ് ഭയങ്കര താല്പര്യമുള്ള ആളല്ലേ, അതെന്താ അങ്ങനെ ഇപ്പം ചോദിക്കണേ? അപ്പോൾ ഇവർ പറഞ്ഞ് നീ എൻ്റെ അടിവസ്ത്രങ്ങളൊക്കെ എടുത്ത് മണത്ത് നോക്കണം, അതൊക്കെ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ വാഷ് ചെയ്യാണ്ട് വൃത്തികേടല്ല, അതൊക്കെ എന്തിനാണ് നീ എടുത്ത് സ്മെല്ല് ചെയ്യേണ്ട ആവശ്യം, നിനക്ക് അത്രക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്ന് ചോദിച്ച്. ഇഷ്ടമായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇവർ ചോദിക്കുക, ഞാൻ നിൻ്റെ ആരാന്ന് നിനക്കറിയില്ല ചോദിച്ച്. അതൊക്കെ എനിക്കറിയാം, നമ്മൾ രക്തബന്ധമൊന്നും ഇല്ലല്ലോ, എനിക്ക് നിങ്ങളോട് അങ്ങനത്തെ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാണ്ടുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് നിങ്ങളോട് തോന്നല്ല. എനിക്ക് നിങ്ങളൊരു സ്ത്രീ മാത്രം, എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കിട്ടിയാൽ കേൾക്കണം, പിന്നെ എനിക്ക് മരിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞു. ആ വീട്ടിൽ വേറെ ആരുമില്ല. ഒരു കാര്യം ചെയ്യും, നീ രാത്രി എൻ്റെ റൂമിൽ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു. അങ്ങനെ രാത്രി റൂമിൽ ചെല്ലുകയാണ്. അപ്പോൾ ഇവനോട് ചോദിക്കുക, നീ ഇതിനു മുമ്പ് സെക്സ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല. സ്വയംഭോഗം ചെയ്യാറുണ്ടോ ചോദിച്ചു. ഡെയിലി ചെയ്യാറുണ്ട് പറഞ്ഞു. എന്നാൽ ഇനി അത് ചെയ്യണ്ട, എല്ലാ ശക്തി നഷ്ടപ്പെടും, നിനക്കെന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാം പറയും. അപ്പോൾ ഇവൻ വരെ എനിക്കൊന്ന് കാണണം, ഒന്ന് സദ്യ മാത്രമൊക്കെ ഇട്ട് കാണണം പറഞ്ഞു. നീ എങ്ങനെ വേണേലും കണ്ടോ പറഞ്ഞു. ഇവർ മാക്സിയാണ് ഊരി. അപ്പം അടിയിൽ വേറെ ഒന്നുമില്ല, ബ്രസീനും ഷഡ്യൂളും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാമെന്ന്. കാരണം മാഷ് അത്യാവശ്യം ഒരു പണിയെടുക്കുക എന്നല്ലാണ്ട് ഈ ഫോർപ്ലേ ഒന്നും ചെയ്ത് മാഷ്ക്ക് പരിചയമില്ല, അറപ്പുക. ഇത് നല്ല ചെക്കന് 23 വയസ്സുള്ള ചെക്കനെ ഒത്ത് കിട്ടിയേക്കല്ലേ, നല്ലോണം നാക്കും കൊണ്ടും ഒക്കെ ചെയ്യിപ്പിച്ച് അതേപോലെ അങ്ങോട്ടും ചെയ്തു കൊടുക്കും. അതായത് പുതിയതായിട്ട് കല്യാണം കഴിച്ച കപ്പിൾസിനെ പോലെ ഇവരങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ഒഴിവുള്ളപ്പോഴും പകലും ആരും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ രണ്ടാളും ഒന്നും എടുക്കാണ്ടായിരിക്കും വീട്ടിനുള്ളിൽ. കാലങ്ങളോളം അവൻ അത്ര 5 കൊല്ലമായിട്ട് അവിടെ പഠിച്ചു. 5 കൊല്ലം നല്ലോണം ടീച്ചറെ പാസ്സാക്കി കൊടുത്ത്. മാഷ് സാഹിത്യവും കവിതയും ഫിലോസഫിയൊക്കെ ആയിട്ട് നടക്കുക. ചില ആൾക്കാരങ്ങനെ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും, അതൊരു അലങ്കാരമാക്കി മാറ്റി വേറൊരു ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട് സെക്ഷൽ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അനവധി വീടുകളിൽ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ടീച്ചർ കണ്ടുപിടിച്ച്, കാരണം ടീച്ചർ അല്ലെങ്കിൽ തന്നെ ഇയാളെ ദേഷ്യമാണ്. കാരണം അനങ്ങിയാൽ പരിഹസിക്കും, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിനെ ചുറ്റിപ്പറ്റി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. ഇയാൾ ശുദ്ധ മലയാളമൊക്കെ പറഞ്ഞോൾ. ഈ ടീച്ചർ ഒരു നാടൻ വർത്താനമൊക്കെ പറയും. എത്ര ആയാലും നാടൻ വർത്താനം പറഞ്ഞ ടീച്ചർമാർ ഒരുപാടുണ്ട്, പൊട്ടത്തരം പറഞ്ഞവരുണ്ട്. എന്ത് പറഞ്ഞാലും കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം റൂട്ടാണല്ലോ. അപ്പം ആ ഒരു മധുര പ്രതികാരം, മധുര കളി. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.